ഈ അയൽവക്കത്തൊക്കെ നടക്കുന്ന എന്താണെന്ന് നിങ്ങളും കൂടെ ഒന്ന് അറിയണം. ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞവനെ എന്റെ കൊച്ചൻ ക്രിക്കറ്റ് കളിക്കാൻ പോയെടുത്ത് ചെന്ന് അവനെ അറഞ്ചം അടിച്ചിട്ട് പെരക്കകത്ത് കയറി ഇരിക്കുക. നിങ്ങൾക്കറിയാവോ, പെറ്റ് വേറിനല്ലേ തന്നെ ഉള്ളൂ അല്ലേ? ഇവനോട് ചോദിക്കണോ വേണ്ടയോ? ഇന്ന് ഇവന്റെ പരിപ്പിളക്കിയിട്ട് ഈ ചന്ദ്രൻ ഇവിടുന്ന് പോത്തുള്ളൂ. നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ ഈ ജന്തു ഇതെവിടെ പോയി? എന്റെ കൂടെ വന്നതാണല്ലോ. എടാ സന്ധ്യാദീപാ, സന്ധ്യാദീപ് ഇങ്ങോട്ട് വന്നടാ. ഐസുകാരന്റെ പറയാ പോയിരിക്കാൻ. എവിടെ പോയതാ? ഐസ് മേടിക്കാനായിട്ട്. ഐസ് എന്തിയേ? ഈ കോലാണോ ഐസ്? 2 രൂപയ്ക്ക് ഐസ് തരാമോന്ന് ചോദിച്ചപ്പോ കോല് മാത്രം തന്നു വിട്ട്. എടാ നമ്മൾ എന്തിനാണോ ഇവിടെ വന്നേ? ഐസ് തിന്നാനായിട്ട്. ഐസോ? എടാ നമ്മൾ ചന്ദ്രപ്പനെ കാണാനേ വന്ന്. അങ്ങനെയുണ്ടോ ഐസ്? ഐസ് തിന്നുന്ന കാര്യം മാത്രം ഓർത്താ മതി. എടാ നമ്മൾ ചന്ദ്രനോട് നിന്നെ തല്ലിയ കാര്യം ചോദിക്കാൻ വന്നാണോ? ആണോ? എന്തിനാ നമ്മൾ വന്നേ? ചന്ദ്രന്റെ തല്ല് മേടിക്കാൻ. ചന്ദ്രന്റെ തല്ല്? നീ ചന്ദ്രന് ഒരു തവണയെ തല്ലിയുള്ളൂ. നിങ്ങളിപ്പോ എത്ര തവണ എന്നെ തല്ലി? പള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ല മോനെ. പിള്ളക്ക് കേടുണ്ടാവത്തില്ല, പക്ഷെ പള്ളക്ക് നല്ല കേടുണ്ടാവും. എടാ നീ ആരുടെ കൂടെ കളിക്കാൻ പോയ? അശ്വിന്റെ കൂടെ. അശ്വണ്ടിയുടെ കൂടെ? അശ്വണ്ടിയുടെ കൂടെ. അശ്വിന്റെ കൂടെ. എന്നിട്ട് അവൻ എന്തിയേ? അവൻ ഓടി. അവന് തല്ല് കിട്ടിയോ? അവന് തല്ല് കിട്ടിയില്ല. അവൻ മിടുക്കൻ. ഇത് മൊണ്ണ തല്ല് മേടിച്ചു വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ പിടിച്ചിടിച്ചല്ലോ. അയ്യോ, അവൻ തിരിച്ചു വന്ന് നിന്നെ ഇടിക്കത്തില്ലയോ? ഇടിക്കത്തില്ല. നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ അവനെ ആ മരത്തിന്റെ ഒട്ടി കെട്ടിയിട്ട്. ഏത് മരത്തിന്റെ? ആ ഉറുമ്പും കൂടെയുള്ള മരത്തിന്റെ. ഈശ്വരാ, ഉറുമ്പും കൂടെയുള്ള മരത്തിന്റെ. എടാ ആ ചെറുക്കനെ ഉറുമ്പ് കടിച്ചിട്ട് അത് നിലവിളിക്കത്തില്ല. നിലവിളിക്കത്തില്ല. നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ നിക്കർ ഊരി എണ്ണാക്കി തിരികെ വെച്ചിട്ടല്ലോ ഞാൻ. ഗൾഫിൽ കിടന്ന തന്റെ പറയിപ്പിക്കാനുണ്ടായിട്ട്. എന്റെ പൊന്നു മോനെ, നീ വല്ല 4 അക്ഷരവും പഠിച്ച് വല്ല ജോലി മേടിക്കാൻ നോക്ക്. ഞാൻ വലുതാകുമ്പോ PSC പഠിച്ച് ജോലിക്ക് കയറിക്കോളാം. എന്നാ? PSC പഠിച്ച് ജോലിക്ക് കയറിക്കോളാന്ന്. എന്റെ മോൻ PSCയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു. സർക്കാർ ജോലി. മോനെ കിട്ടും, ഇതുപോലെ എവിടുന്നേലും ഒക്കെ കിട്ടും. അല്ല ഞാൻ പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞ PSCയുടെ ഫുൾ ഫോം. അതല്ലല്ലോ ഇവിടെ വിഷയം. എന്നാലും PSCയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. എടാ കൊച്ചേ, എന്റെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് കാശുണ്ടാക്കുന്നുണ്ട്. എനിക്ക് ജീവിക്കാൻ അത്യാവശ്യം ചുറ്റുപാടുണ്ട്. അത്യാവശ്യം നല്ല വരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാനത് PSCയെ കുറിച്ച് ആലോചിക്കണം. എന്നാൽ ഇത് അറിയത്തില്ലെന്ന് പറയരുത്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അമ്മ ഇവിടെ കിടന്ന വിഷയം ഉണ്ടാക്കാൻ വിഷയം ഉണ്ടാക്കാതെ അമ്മ വീട്ടിൽ പോകാൻ വേണ്ടിട്ട് അകത്തെങ്ങാനും ചത്ത് കിടക്കുവാണോ? ഇനി അങ്ങനെ ചത്ത് കിടക്കുവാണോ? അത് ഇനി ആരാണ്ടൊക്കെ വിളിക്കണു. അച്ഛൻ വിളിക്കുക. തല്ലിയ കാര്യം മിണ്ടിപ്പോരുത്. പറയില്ല. നിന്റെ അച്ഛനെ നിനക്ക് അറിയത്തില്ല. തന്നെ ഫോണിനോട് വല്ല അലർജി ഉണ്ടോ? ഇന്ന് പിടിക്കുന്നില്ലെന്ന്. നിങ്ങളുടെ കണ്ണിൽ ആരെയും പിടിക്കത്തില്ല. പറയുന്നോ? വാട്സപ്പ് തോണ്ടി ഇറങ്ങി കളഞ്ഞു. ഹലോ ചേട്ടാ. ഹലോ, നീ തന്നെ വല്ല ഗുഹക്കകത്ത് നിൽക്കുവാന്നോ? ഗുഹയോ? അയ്യോ എന്റെ മൂക്കായിരുന്നു. ചേട്ടാ എന്തുണ്ട്? എവിടാ? എടി ഞാൻ നിനക്കും എന്റെ കൊച്ചിനും ഒരു 10 ലക്ഷം രൂപ കിട്ടുന്ന ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. ചേട്ടൻ മോളിൽ നിന്നും കാണും ചാകാൻ പോവാണോ? ഓഹോ, അപ്പൊ എന്റെ ഇൻഷുറൻസ് കാശിലാണ് നിന്റെ നോട്ടം. അത് കൈ വച്ചാ മതി കേട്ടോ. പിന്നെ എങ്ങനെ കിട്ടുന്ന കാര്യമാ? എടി ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ ഒരു ബെറ്റിലാ. എന്താ മന്ദയവാ? എടി ഒരു ഒട്ടകം ഉണ്ട്. ആ ഒട്ടകത്തിന്റെ മുഴ ചെറുതാക്കി കൊടുക്കുവാണെങ്കിൽ അവൻ 10 ലക്ഷം രൂപ തരാമെന്ന്. എന്താണ്? ഒട്ടകം ഉണ്ടല്ലോ, ഒട്ടകം, അതിന്റെ മുഴ താത്തി കൊടുക്കുവാണെങ്കിൽ 10 ലക്ഷം രൂപ തരാമെന്ന്. നിന്റെ തെറ്റല്ല മോനെ. ചൊറിയണത്തിന്ന് ഒരിക്കലും റോസാപ്പൂ ഉണ്ടാവത്തില്ല. എന്നാ ഞാൻ ഇത് താത്തിയിട്ട് വിളിക്കാം. അയ്യോ, അപ്പൊ ഈ ജന്മത്ത് വിളിയില്ല. അയ്യോ, ഇനി ഞാനേ ഈ പുള്ളീനെ അക്കത്തെങ്ങാനും പോലും മരിച്ചും കിടക്കുവാണോ? അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് വിളിച്ചാ കേൾക്കണ്ടല്ലോ. നോക്കിട്ടോ, ഞാൻ നാട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട്. മുളക് കൂടി അങ്ങനെ എന്തെങ്കിലും വേണോ? വേണ്ട, നീ മര്യാദക്ക് വന്നാ മതി. ശരി. ചന്ദ്ര, എടാ ചന്ദ്ര, ആളത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വേണ. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഓ, എന്നാ വരികളാ! ഈ വയലാറിനെ സമ്മതിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1000 പാദസ്വരങ്ങൾക്ക് ഒരെണ്ണം കുറഞ്ഞു പോയിരുന്നുള്ള അവസ്ഥ എങ്ങനെ പാടുമായിരുന്നു? താൻ എന്തിനാ എന്റെ മോനെ തല്ലിയത്? ഏത് മോൻ? സന്ധ്യാദീപൻ. സന്ധ്യാദീപന്റെ അമ്മ. ഞാൻ കരുതി ചേച്ചിയാണെന്ന്. സത്യം, ഞാൻ കള്ളം പറഞ്ഞല്ല. ഇത്രയും പ്രായമുള്ള ഒരു മകനുള്ളത് ഒരാളും പറയത്തില്ല. ഇങ്ങോട്ട് നോക്കിയേ. ഒരിക്കലും ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേ നാട്ടുകാരെങ്കിലും കണ്ടായിരുന്നോ?
ഇല്ല എന്താ ഇത്രയും പ്രായം കുറഞ്ഞൊരു കുട്ടി ഇങ്ങോട്ട് വരുമ്പോ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയത്തില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാ. സാറിന് എന്താ ജോലി? സീരിയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണ് എനിക്ക്. സീരിയലിന്റെ അല്ല, സീരിയലിന്റെ ഈ പ്രൊഡക്ഷൻ പ്രൊഡക്ഷന്റെ മാനേജർ കൺട്രോളറാ. കൺട്രോളറോ? അയ്യോ, എനിക്ക് സീരിയൽ എന്ന് പറഞ്ഞാൽ എന്തോ പ്രാന്താന്നറിയാവോ? അല്ലേലും അങ്ങനെ ഞാൻ ഒരു സീരിയലും വിടാറില്ല. ആണോ? ആ, ഈ വിടരാത്ത മുട്ടുകൾ സീരിയൽ. വെള്ളത്ത് മുട്ടൽ സീരിയൽ ഞാനല്ലേ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത്. ആണോ? 500 എപ്പിസോഡായി. 501 വിടരുവോ? ഇരിക്കും. അത് മതി. അതിന്റെ കഥ എങ്ങനെ സാറേ? കഥയൊന്നുമില്ല. ഇല്ലേ? കഥയുണ്ട്. കഥ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. ആണോ? പിന്നെ ഞാൻ പേര് മാറ്റി എഴുതി കൊടുക്കല്ലേ. സത്യം പറഞ്ഞ സീരിയൽ മൊത്തം കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഞാനാണ്. തുറക്കാത്ത വാതിലും തുറക്കാത്ത വാതില് വാ നമുക്ക് തുറക്കാം. അല്ല, വാതില് തുറക്കാം. അതൊക്കെ സീരിയൽ. സീരിയലിന്റെ പേര് സീരിയലിന്റെ പേര് തുറക്കാത്ത വാതില്. തുറക്കാത്ത വാതിൽ എത്ര എപ്പിസോഡ് ആയത്? അത് 2000 ആയെന്ന് തോന്നുന്നു. 2000. ഇനി നമ്മൾ തുറക്കും. എപ്പോ തുറക്കും? ഒരു 3000 ആകുമ്പോഴത്തേക്ക് തുറക്കും. അയ്യോ, അതിലെ ദേവരാജൻ. അതാരാ? തുറക്കാത്ത വാതിലിന്റെ നായകൻ. ഞങ്ങള് ഈ കിച്ചു എന്ന് വിളിക്കും. ആണോ? ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാ. ഏതൊക്കെയാ ഈ പുള്ളിയെ കാണുവാണെ ചന്ദ്രിക അന്വേഷിച്ചെന്ന് പറയണേ. ഒരു കാര്യം ചെയ്യും, ദേവരാജൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ? സത്യമാണോ? ഇങ്ങോട്ട് കയറിയുന്നേ. ദേവരാജൻ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി ഇങ്ങോട്ട് നിർത്തുന്നു, എന്നിട്ടൊരു ഫോട്ടോ എടുത്ത് കൈ തരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അതിശയോക്തിയാന്ന് തോന്നരുത്. ഇല്ല, സത്യത്തില് ഞാനൊരു സീരിയലിൽ നായികയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗത്തിരിക്കാം അകത്തിരിക്കാം എന്ന് പറയുന്ന ഒരു സീരിയൽ ടൈറ്റില് പേര്. അങ്ങനെയുള്ള ഒരു സീരിയൽ ഒരു നായിക ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളഞ്ഞില്ല. അപ്പൊ അങ്ങനെയുള്ള ആ സീരിയല് ശരിക്കും പറഞ്ഞ കുട്ടി ആപ്റ്റ. കുട്ടി ആപ്റ്റെന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് കൊണ്ടുവന്ന് അങ്ങ് നിർത്തി തന്നിരിക്കുകയാണ്. അതിന്റെ കഥ എന്താണെന്നറിയോ? ഒരു 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഓ, അപ്പൊ ഞാൻ ശരിയാവും. എന്താ പേരെന്ന് പറയാ? ചന്ദ്രിക. ചന്ദ്രി ഒരു ഉടുപ്പും പാവാടയും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാ 17-18 അതിനപ്പുറത്തേക്ക് പോകത്തില്ലെന്ന്. സത്യം സത്യം സത്യം. പാതിരാവായില്ല പൗർണമി ചന്ദ്രിക്ക് 17-18 പ്രായം. പൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. സീരിയലിലേക്ക് നിങ്ങളെ ഞാനങ്ങ് ഫിക്സ് ചെയ്തു. ഇതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ചന്ദ്രി ആയിരിക്കും ഈ സീരിയലിലെ നായിക, ചന്ദ്രനായിരിക്കും അതിന്റെ ഏർപ്പാട്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നു ദേവരാഗം. ഗോപാലകൃഷ്ണ, എന്തോ മ്യൂസിക്കൽ വൈഫിന്റെ ഓഡിഷൻ കഴിഞ്ഞ അമ്മയായിട്ട് ഞാൻ പൊക്കോട്ടെ? എന്തിനാ വന്നത്? എന്നെ തല്ലി ചോദിക്കാൻ വന്നതല്ലേ? എന്നിട്ട് ഇങ്ങനെ കൂടെ നന്ദാശി കളിക്കുന്നു. ഇവനാണ് തല്ലിയത്. ഇവൻ എടാ, പ്രായം മൂത്തവരെ ഇവനൊന്നും വിളിക്കരുതെന്ന്. എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ഇല്ല. ഇല്ല, താൻ എന്റെ കൂടെ പഠിച്ചതാണോ? ആണോ? വിക്കൂരടാ പട്ടി. ഇവനെയാണ് എന്നെ തല്ലിയത്, അറിയാമോ? എടാ, നിനക്കിത് ആരാന്നറിയോ? ഇല്ല. ഇത് സീരിയൽ ലോകത്തെ ഗർജിക്കുന്ന സിംഹവാ. ഇയാളോ? സംശയമുണ്ട്. മാട്ട, ഇത്രയും വലിയ മാട്ട ഇവിടെ കിടന്ന് അടിക്കുമ്പോൾ മനസ്സിലായില്ലേ? ഇയാളെ ഗർജിക്കുന്ന സിംഹം ഒന്നും അല്ലെന്ന്. ഇയാളെ എവിടുത്തെ ഗർജിക്കുന്ന സിംഹം? ഞാൻ മാറിക്കടോ. ഏത് പോലീസുകാരനോ ഒരു അബദ്ധം പറ്റുമോ? പോലീസാണോ? ചോദിക്കാനുണ്ട്. ഇയാള് സീരിയൽ വലിയ ആളാന്നല്ലേ പറഞ്ഞു? പ്രീ പ്രൊഡക്ഷൻ എന്താണോ? പ്രീ പ്രൊഡക്ഷൻ വെച്ചാ മതി. പ്രീ പ്രൊഡക്ഷൻ എന്താ? പിന്നെ അറിയത്തില്ല. കണ്ടോ, ഇങ്ങേർക്ക് പ്രീ പ്രൊഡക്ഷൻ എന്താന്ന് അറിയത്തില്ലേ? ഇതിന്ന് തന്നെ വ്യക്തമല്ലേ ഇങ്ങനെ സീരിയലിൽ ആരുമില്ലെന്ന്. ചന്ദ്രന് വന്നേ അറിയത്തില്ലേ? അല്ല, അറിയാം. ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം പിന്നെ ഈ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു നമ്മളതൊക്കെ എങ്ങനെയാണ് കുട്ടികളോട് പറയുന്നത്? മോശമല്ലേ? അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരുത്തനെ തല്ലണ്ടേ? തല്ലണം. ഞാനായിട്ട് തല്ലുന്നത് ശരിയല്ലല്ലോ. അല്ല, ഞാൻ തല്ല. അതല്ല കുഞ്ഞുങ്ങളെ അടിക്കരുത്. അതല്ല, അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി, നമ്മളതങ്ങ് പൊറുക്കണ്ടേ?
ആ പൊട്ടി. അങ്ങനൊക്കെ അമ്മ പറയാം. അമ്മ അത് ശ്രദ്ധിക്കണോ മക്കളെ? ഇവന്റെ പേരെന്തെന്ന് പറഞ്ഞേ? സന്ധ്യാദീപൻ. സന്ധ്യക്ക് അവന്റെ തലയിലാണോ തിരിയിട്ട് കത്തിക്കുന്നത്? അവന്റെ അച്ഛനിട്ട പേരാ. മാറിക്കോളൂ. അതെ, ഇങ്ങനെ വലിയ സീരിയലിലെ വലിയ ആളാണ്. ഇങ്ങനെ നല്ല മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഭാര്യ എവിടെ? ഭാര്യ എവിടെ? നീ മിണ്ടാതെ. ഭാര്യ ഇട്ടേച്ച് പോയി. കാര്യം അവൻ കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഭാര്യ ഇട്ടേച്ച് പോയത്. ആണോ? ഭാര്യ എന്തോടോ? ഞാൻ ചോദിക്കാമെന്നോ? ചോദിക്കും. സാറിന്റെ ഭാര്യ എവിടാ? ഭാര്യയില്ല. കണ്ടോ, ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പുള്ളിയുടെ ഭാര്യ കളഞ്ഞിട്ട് പോയി, പുള്ളി മോശക്കാരനാണെന്ന്. അതെ, എന്റെ ഭാര്യ വേറെ ദൂരൊരു സ്ഥലത്താണ്. എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ മോശക്കാരനാണെങ്കിൽ ചന്ദ്രയുടെ ഭർത്താവ് ഇവിടെ ഉണ്ടോ? ഇല്ല, ദൂരെയാ. എവിടെയാ? ദൂരെ, വിദേശത്താ. വിദേശത്ത്. അപ്പം ചന്ദ്രയുടെ ഭർത്താവ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ചന്ദ്ര മോശക്കാരി എന്നല്ലേ ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം? ആണോ? അടിക്കരുത് അടിക്കരുത് ചന്ദ്രി. കുഞ്ഞുങ്ങളല്ലേ, അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരായോ? ദൈവമേ, ഒരടി ചോദിക്കാൻ 10,000 അടി എനിക്കിട്ട് കിട്ടിയേ. ചന്ദ്രി, എന്റെ ഊഹം ശരിയാണെങ്കിൽ അവനിപ്പോ സെന്റിമെന്റ് സീറ്റ് കയറും. ചന്ദ്രിക്കറിയാവോ, സ്നേഹം കിട്ടാതെ വളർന്നവനാണ് ഞാൻ. 8 മക്കളുണ്ടായിരുന്നു. ആഹാ, ഇനി പറയും സ്നേഹം കിട്ടിയില്ലെന്ന്. ഏറ്റവും മൂത്തത് ഞാനാണ്. എല്ലാവരെയും കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞപ്പം വീട്ടില് എനിക്കൊരു സ്നേഹവും കിട്ടിയില്ല. ക്ലീൻ റൂട്ട്. ഇനി പറയും അമ്മയുടെ ഒന്ന് സ്നേഹം വേണമെന്ന്. ചന്ദ്രയെ കണ്ടപ്പോ സത്യം പറഞ്ഞ സ്നേഹിക്കുന്നൊരു ഹൃദയമുണ്ടെന്ന് തോന്നി. ആഹാ, അടുത്ത ലവൻ പൊളിയും അമ്മേനെ പ്രപ്പോസ് ചെയ്യും. ചന്ദ്രി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കും. കുട്ടി മാറ്റി വിട്ടു. അമ്മേ, ഇത്രയും പറഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ലേ കോഴിയാന്ന്? എടാ, ഒരു നല്ലൊരു മനുഷ്യനാടാ. നല്ല മനുഷ്യനും. അമ്മ, കേരളത്തിലെ എല്ലാ കോഴികളുടെ റൂട്ടും സങ്കടത്തിൽ തുടങ്ങി സ്നേഹത്തിന് വേണ്ടി കെഞ്ചുന്നതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ഈ പുള്ളി കോഴിയാന്ന്. നമുക്ക് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം. അടിക്കണ്ട, പോവാം. അതാ നല്ലത്. അവൻ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അതെ. അവനെ വീട്ടിൽ മോനൊരു കാര്യം ചെയ്യും, വീട്ടിലോട്ട് പോയിക്കോ. താങ്ക്സ്. അമ്മയെ ഞാൻ കൊണ്ടുവന്നോളാം. നമുക്ക് പോവാം, ഇവിടെ നിൽക്കണ്ട. സീരിയല്. സീരിയലിന്റെ ഇങ്ങനെ വന്നേ. സീരിയൽ നല്ല കോസ്റ്റ് കൊണ്ട നൈറ്റ് ഒക്കെ ഇട്ട് നിൽക്കുക. ഇയാള് ഞാൻ വിചാരിച്ച പോലെയല്ല. താൻ കോഴികളില് ലെജൻഡടാ.